Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ചിക്കൻ കോഫ്ത എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മുടെ കോഫ്തയുടെ ബോൾസ് ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ മിൻസ്ഡ് ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. ഇത് 300 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് എടുത്തേക്കുന്നത്, 2 വെളുത്തുള്ളിയുടെ കഷ്ണം, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 3 പച്ചമുളകും കൂടിയിട്ടുള്ള പേസ്റ്റാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, പിന്നെ കുരുമുളക് പൊടി 1 സ്പൂൺ. അത് നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ 2 സ്പൂണ്, പിന്നെ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കാം. ഇത് കോൺഫ്ലവർ ഉള്ള കാരണം ഇതിന് നല്ലൊരു ബൈൻഡിങ് വരും. ഇപ്പോൾ കോൺഫ്ലവർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസും യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഒരു 10 ബോൾസാണ് ഇതിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് ഇനി ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഗ്രേവി, ഇതിന് ആവശ്യമുള്ള ഗ്രേവി നമുക്ക് റെഡിയാക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു സബോള, വലിയൊരു സബോള റഫ്ലി ചോപ്പ് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ടു, എന്നിട്ട് പേസ്റ്റ് ആക്കി ഇട്ടു. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ മിക്സിയിൽ ഇട്ടിട്ട് പേസ്റ്റ് ആക്കി എടുത്തേക്കാണ്. ഒരു വലിയ സബോള, ഒരു വലിയ തക്കാളിയുടെയും പേസ്റ്റ്, ഇതും റഫ്ലി ചോപ്പ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കി എടുത്തു. ഇതൊരു വലിയ കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഇത് എടുത്തേക്കുന്നത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇപ്പോൾ നമ്മൾ പാന് ഗ്യാസിൽ വെച്ചിട്ട് 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. പെട്ടെന്ന് തന്നെ ആവും. നമ്മളെല്ലാം പേസ്റ്റ് ആക്കി വെച്ചാൽ കാരണം ഇത് പെട്ടെന്ന് വാടിയും കിട്ടും. നമുക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ പെട്ടെന്നാണ്. നമുക്ക് തോന്നുന്നത് വലിയ മലായി കോഫ്ത, ചിക്കൻ കോഫ്ത ഒക്കെ ഭയങ്കര ടഫാണ് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഇത് നല്ല എളുപ്പാട്ടോ. വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ സബോളയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വാടി വരക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ സബോള ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, ഇനി നമ്മുടെ മുളക് പൊടി 1.5 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മസാലകളൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. മസാല ഒക്കെ നന്നായിട്ട് വാടി വന്നാലാട്ടോ കറിക്ക് നല്ല ടേസ്റ്റ് വരാം. അതുപോലെ നമ്മുടെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ നന്നായി വാട്ടിയാലാണ് നല്ലൊരു ഫ്ലേവർ വരാം. നമ്മൾ ഗർഭിക്ക് വേണ്ടിയിട്ട് വാട്ടാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കറിക്ക് അത്ര ടേസ്റ്റ് വരില്ല. അപ്പം നമ്മൾ അതിന് കുറച്ച് സമയം കൊടുത്തിട്ട് വേണം അത് വാട്ടാനായിട്ട്. നമ്മുടെ എണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും, അത് വരെ ഒന്ന് വാട്ടി കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ എണ്ണ ഒക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതും ഓയിൽ വിടാൻ തുടങ്ങും. ആ സമയത്ത് നമ്മുടെ എണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ കറികൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ചൊന്ന് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടും. 2 മിനിറ്റ് എടുക്കുള്ളൂ എണ്ണ തെളിഞ്ഞ് വരാനായിട്ട്. നമ്മൾ എല്ലാം പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാരണം ഇത് പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ തക്കാളിനൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/4 സ്പൂണ് ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടുള്ള ഇരിക്കണം. കുറച്ചൊന്ന് വെള്ളം ഒഴിക്കുക. ഇനി ഈ ഗ്രേവിയിലാണ് നമ്മൾ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, നമ്മുടെ ചിക്കൻ ബോൾസ്, അത് ഇട്ടൊന്ന് വേവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ബോൾസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം. നമ്മുടെ ഇപ്പം എല്ലാ ബോൾസും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അധികം ഇളക്കരുത് കേട്ടോ. ഒന്നും ഇത് പൊന്തിച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. നമ്മൾ മീൻ കറിയൊക്കെ ചുറ്റി കൊടുക്കില്ലേ, അങ്ങനെ ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കോഫ്ത ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ മാത്രമേ ഇളിക്കുകയുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടി പിടിക്കും. നമ്മൾ മീൻ ചട്ടിയിലിടുമ്പോൾ ഇളക്കില്ലേ, അങ്ങനെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.